ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുറുക്കിയെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി കറി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഞണ്ട് കറി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 4-5 ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് നല്ലോണം അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയാലും നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതി. ഈ കറി റെഡിയാക്കി എടുക്കുന്നത് മൺചട്ടിയിൽ വെച്ചിട്ടാണ്. ചട്ടി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഒതുക്കിയെടുത്തിട്ടുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ക്രഷ് ചെയ്തത് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഫസ്റ്റ് തന്നെ ഈ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ടിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചേർത്തിട്ട് ഈ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ കറിക്ക്. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടിക്കോളും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂണ് തന്നെ മതിയാവും. കാരണം നമ്മൾ ഇതിലേക്ക് പെപ്പറും ചേർത്തിട്ടുണ്ടല്ലോ. ഇനി പച്ചമുളകും ചേർക്കാനുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെയും മുളക് പൊടിൻ്റെയും കുരുമുളക് പൊടിൻ്റെയും എല്ലാം കൂടെ എരിവ് ഉണ്ടായിക്കോളും. 1 നുള്ള് ഉലുവപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്. ഫ്ലെയിം കൂടിപ്പോയാൽ മസാലപ്പൊടികൾ മൊത്തത്തിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞതും 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇത് ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഞണ്ട് വെച്ചിട്ട് നമ്മൾ എപ്പോഴും എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വാങ്ങി വെച്ചിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ വേറൊരു ദിവസം അത് എടുത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അന്ന് തന്നെ എടുത്തിട്ട് ആ കറി വെക്കുകയാണെങ്കിലാണ് ആ കറി ഞണ്ടിൻ്റെ കറക്റ്റ് ടേസ്റ്റും ആ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. 3/4 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചട്ടിയുടെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയി. ഞണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് കുറച്ച് ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ബാക്കി ഞണ്ട് ഇട്ട് കൊടുത്ത് ഇളക്കുന്നത്. അങ്ങനെ ഇളക്കാനേ കഴിയുള്ളൂ. ഇനി ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ ഞണ്ടിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇനി ഈ സമയത്ത് ഉപ്പ്, എരിവ്, പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പുളി കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ചുവന്നുള്ളി ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞണ്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് കറിക്ക് നല്ല കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി കറിയായിട്ടാണ് കിട്ടുക. ഞണ്ട് വെന്ത് കിട്ടാൻ ഏകദേശം ഒരു 10 മിനിറ്റ് വന്നിട്ടുണ്ട്. ഇനി വെന്തിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ആ മാംസത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവും.